നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കയ്യിലൊന്നുമില്ല. നമ്മളെ കൈ ഓട്ടക്കൈ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അത് കൈ ഓട്ടയുണ്ടോ നോക്കി, ഓട്ടക്കൈയാണോ നോക്കി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. കാരണം അത്രയും നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ കയ്യിൽ ക്യാഷൊന്നുമില്ല. ഓട്ടക്കൈ ആയതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഐഡിയകൾ ചെയ്യാം. നമുക്ക് മാസ വരുമാനമുള്ള ആളുകൾ, ആഴ്ചക്ക് വരുമാനമുള്ള ആളുകൾ, ഡെയിലി വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ജോലി ചെയ്യാം. ഓവർ ടൈം എന്തെങ്കിലും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഓവർ ടൈമായി എന്തെങ്കിലും ചെറിയ കച്ചവടങ്ങൾ ചെയ്യാം, ചെറിയ എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാം. ഇപ്പോൾ നമുക്കറിയാം ബിസിനസ് തുടങ്ങാൻ ഇപ്പോൾ ക്യാഷേ വേണ്ട. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഏറ്റവും വലിയ കച്ചവടം ചെയ്തത് ഒരു 12,000 രൂപ 13,000 രൂപേൻ്റെ ഒരു ബിസിനസ് ഒറ്റയടിക്ക് ചെയ്ത്. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല, നാട്ടിൽ നിന്ന് വന്ന പാടാ. അപ്പോൾ നമുക്ക് പരിചയമില്ല ആളുണ്ട്, സാധനം നമുക്ക് ഹോൾസെയിലായിട്ട് അങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ് ക്യാഷ് നാളെ കൊണ്ട് തരാം, ഓക്കെ. എടുത്ത് പോയി വാങ്ങി, അങ്ങനെ സാധനം വിറ്റ് നമ്മളാ ബിസിനസ് നടന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നും ക്യാഷില്ല, വന്ന പാട് നിന്ന് ക്യാഷ് നാട്ടിൽ നന്നാക്കി. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് ചെയ്യാം. ഇനി സ്ഥിരം വരുമാനമുള്ള ആളുകളിനെ, സ്ഥിരം നല്ല ജോലിയും കാര്യമുള്ള ആളുകളിനെ അവരുടെ കയ്യിൽ ക്യാഷില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് സ്വരൂപിക്കാൻ വേണ്ടി, മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്. ഒരു മൊബൈൽ വാങ്ങണം, നല്ല മൊബൈൽ വാങ്ങണം, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ ഒരു വീട്ടിന് തറ ഇട്ടണം, അല്ലെങ്കിൽ എൻ്റെ ഒരു 50,000 കടമുണ്ട് ഒറ്റയടിക്ക് തീർക്കണം. അങ്ങനെ പല പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ സാധാരണ ആളുകളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കുറിയോ, ചില ആളുകളുണ്ട് ഒരു പാസ്ബുക്ക് ആക്കില്ല, ഒരു ലൈസൻസ് ആക്കില്ല, എന്തെങ്കിലും അവരവരെ കാര്യത്തിന് ഒന്നും ചെയ്യാതെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം, ആക്കി ഇതാക്കി പാസ്പോർട്ട് ആക്കി ലൈസൻസ് ആക്കി. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. യുവാക്കൾ വളരെ കുറച്ചാണ് കാണുന്നതെന്നാണ് എൻ്റെ യൂട്യൂബ് കാണിക്കുന്നത്. എന്നാലും നിങ്ങളുടെ ആവശ്യത്തിന് സാധനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി ആക്കണം. ലൈസൻസ് ആക്കണം, ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡ്, മറ്റേ എല്ലാം ആക്കി വെക്കണം. ലൈസൻസ്, പാസ്ബുക്കിൽ എന്തെങ്കിലും 500 രൂപ ആഴ്ചക്കോ മാസത്തേക്കോ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ആഗ്രഹത്തിന് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ചില ആളുകൾ ഇട്ടാകുമ്പോൾ എന്തായാലും എടുത്തു പോകും, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എടുക്കില്ല. അത് ശരി, നമുക്കൊരു കുറിയിൽ കൂടാ. ഇപ്പോൾ അടുത്ത വീട്ടിലൊരാൾ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ കുറി വെക്കുന്നു, 1000-ൻ്റെ 2,000-ൻ്റെ കുറിയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളത് കൂടാം. അപ്പോൾ അതിന് വേണ്ടി ക്യാഷ് അങ്ങനെ ബുദ്ധിമുട്ടാവില്ല, കുറി കൂടാ അല്ല, അതിന് വേണ്ടിയുള്ള ക്യാഷിൻ്റെ ഐഡിയ നമുക്ക് അപ്പോൾ തനിയെ വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ കൂടിയത് 20,000 രൂപേൻ്റെ കുറിക്കാണ്. 2 വർഷം 20,000 രൂപേൻ്റെ കുറി, 2 വർഷം കൊടുക്കണം 20,000 ഓരോ മാസവും. അങ്ങനെ ഒരു കുറിക്കൂടി ഞാൻ ഭയങ്കരമായ റിസ്ക്. അതാണ് പറഞ്ഞത്, റിസ്ക് എടുക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്, റിസ്ക് എടുക്കുന്നവർക്ക് അവസരങ്ങൾ കൂടുതലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ റിസ്ക് എടുക്കും. എന്ത് റിസ്ക് എടുക്കുക, അവസരം കൂടി കിട്ടും. കാരണം 100% ആളുകൾ റിസ്ക് എടുക്കാത്തവരാണ്. 20% ആളുകളെ റിസ്ക് എടുക്കൂ. അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടും. അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ ആക്ട് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇന്നൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ചില ആളുകൾ, ഞാൻ ഒരു കടത്തിൻ്റെ ഉദാഹരണം പറയാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ട്, ഞാൻ കണ്ടിങ്ങനെ വാങ്ങും. അപ്പോൾ എനിക്ക് 2-ാം തീയതി ഒരു 20,000 രൂപ വേണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ചങ്ങാതിയിൽ പൈസ ഉണ്ട്, പക്ഷെ എങ്ങനെ ഇപ്പോൾ ചോദിക്കില്ല, പൈസ കണ്ടും കൊണ്ട് ചോദിച്ചെന്ന് വിചാരിക്കില്ല. ഒന്നുമില്ല, ഒറ്റ ചോദ്യം, എനിക്ക് 2-ാം തീയതി 20,000 ആവശ്യമുണ്ട്. അപ്പോൾ 15-20 നമുക്ക് തരാം, ഒരു കുറച്ച് ദിവസത്തേക്ക് തിരിക്കാൻ ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ ചോദിക്കലപ്പോൾ നമുക്ക് 20-ാം തീയതി ആയി, 2-ാം തീയതി ആയി, 2-ാം തീയതി രാവിലെ ഇപ്പോൾ ചോദിക്കും. അപ്പോൾ അവൻ പറയും, എന്തിയാ നീ അത് ഇന്നലെ മുന്നേ എൻ്റെ കൈമ ഉണ്ടാകുമ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തെറ്റില്ല, നീ എന്തും ചോദിക്കാനും പറയാൻ. അപ്പോൾ അങ്ങനെയാണ് പറയാം അല്ലേ? എങ്ങനെ പല ആളുകളും കാണാറില്ല. പലരും കടം ചോദിക്കുമ്പോൾ ഇന്നലെ മുന്നാന്ന് അവസ്ഥ പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇന്ന് ഈ 2-ാം തീയതി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണക്കൂട്ടി മുന്നേ ചോദിക്കണം. അത് കണത്തിൻ്റെ ഇത് ഞാൻ പറയാറുണ്ട്. ചില ആളുകൾ എന്നെപ്പറ്റി പറയാറുണ്ട്, സുഹൃത്തുക്കൾ, പേഴ്സിൽ പൈസ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും വാങ്ങും, കട ആവശ്യമുണ്ടെങ്കിൽ. കാരണം വീട്ടിൻ്റെയൊക്കെ പണിയെടുക്കുമ്പോൾ മുമ്പ്, ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാന്നല്ല, അത്രയില്ല, വീട്ടിനൊക്കെ പണിയെടുക്കുമ്പോൾ ഭയങ്കര പ്രയാസം വരും, നമുക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വരും. അപ്പോൾ കടം നമ്മൾ വാങ്ങും, പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ. അതുപോലെ കുറിക്ക് കൂടാ, പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ് കൂടാ, ഒരു ബാങ്കിൽ മാറ്റി വെക്കുക. കുറിക്ക് കൂടുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അടുത്ത ബന്ധുവിൻ്റെ, നമുക്ക് കുറി തുടങ്ങാം. ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് കുറി തുടങ്ങാം. നമ്മൾ വലിയ ആവശ്യത്തിന് വേണ്ടി ഒരു വഴിക്ക് എടുക്കണം, 1,00,000 രൂപേൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു 50,000 ഒരു 50,000 കുറി നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് കുറി കൂടി കുറച്ച് വെയിറ്റ് ചെയ്ത് നല്ല മൊബൈൽ, നല്ല വാഹനം നമുക്ക് വാങ്ങാം. അങ്ങനെയൊക്കെ ചെയ്യാം. അത് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം നിങ്ങൾ. അതുപോലെ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, റിസ്ക് എടുക്കുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞാലും മനസ്സിലായിരിക്കും. അതുപോലെ പല ഐഡിയകൾ നമ്മൾ നോക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നില്ലേ, സാധാരണ ഒരു ഷർട്ട് അടിക്കുമ്പോൾ അതിനെന്താ, അതിന് ഒരു മാക്സിൻ്റെ ബ്ലൗസ്, ഇതിൻ്റെ ഉദാഹരണം പറയാം. സൽവാർ സെറ്റ് അടിക്കുമ്പോൾ 300 രൂപ 350 രൂപ കൂലി. പക്ഷേ ആ ബ്ലൗസിന് തന്നെ മോഡലിങ്ങും കൂടി അവർ പഠിക്കുകയാണെങ്കിൽ അതിന് റേറ്റ് കൂടി.
അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ ടൈലറിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, സ്ത്രീകൾ വളരെ കുറച്ച് എൻ്റെ വീഡിയോ കാണുന്നു. എന്നാലും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് മോഡലിംഗ് പഠിക്കുക, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും ചെയ്യാം, എന്നും പഠിക്കുക. അപ്പോൾ എനിക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതില്ല കാര്യം, പക്ഷേ ഭയങ്കര കഷ്ടമുണ്ട് ഈ പ്രായത്തിലൊക്കെ പഠിക്കാൻ. എന്നാലും അതിങ്ങനെ കുറച്ചായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അതുകൊണ്ടാണ് വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യുന്നു. പലരും ചോദിക്കാറുണ്ട്, ഒരുപാട് ബിസിനസ് പരമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, കുടുംബപരമായി സംസാരിക്കുന്നു, ദാമ്പത്യപരമായി സംസാരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സാധിക്കുന്നു വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അതുപോലെ റിസ്ക് എടുക്കുന്നതമ്മ നമ്മൾ തുറന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നു. തെറ്റിപ്പോകുന്ന പേടിയില്ല, കാരണം നമ്മളെ സുഹൃത്തുക്കളാണ്, നമ്മളെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളെ അടുത്തറിയുന്ന ആളുകളാണ്. തെറ്റി നമുക്ക് തിരുത്താലോ. അതുപോലെ ഞാൻ പറഞ്ഞു, ടേക്ക് റിസ്ക് എടുക്കണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടും. അതുപോലെ എന്തിനും ധൈര്യസമയത്ത് ഇറങ്ങിത്തിരിക്കാനൊക്കെ നമ്മൾ തയ്യാറാകാം. നല്ല കാര്യങ്ങൾ, കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ കടമുണ്ട് പ്രയാസമുണ്ടെന്ന് തന്നെ ചിന്തിക്കാതെ കടം തീരുന്നതിനെക്കുറിച്ചും മാറുന്നതിനെക്കുറിച്ചും ചിന്തിക്കുക. നല്ല വാഹനങ്ങൾ മേടിക്കുന്നതിനെക്കുറിച്ചും നല്ല സൗകര്യങ്ങൾ ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചിന്താഗതി മാറും. അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മളെ ശരീരം. നമുക്കറിയാം പിന്നെ ഒരുപാട് സയൻസ് ഇതൊക്കെ വളർന്നു, എത്ര വളർന്നാലും എത്രയാലും ഞാൻ പണ്ടേ നമ്മൾ സുഹൃത്ത് പാട്ട് പാടുന്നുണ്ട്, പണ്ടേ ഇങ്ങനെ തന്നെ ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ. അങ്ങനെ ആയിപ്പോകരുത്. ആ പാട്ട് പാടിയിട്ട് അങ്ങനെ ആവാം. ഓനിപ്പൂഷാറായിട്ട് ആ പാട്ട് പാടി. അതുപോലെ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് മാറ്റം വരാം, നമുക്ക് നല്ലത് ചിന്തിക്കാം, നല്ല പ്രവർത്തിക്കാം, നല്ല മൊബൈലിന് വേണ്ടി, നല്ല വാഹനത്തിന് വേണ്ടി, നല്ല സൗകര്യങ്ങൾക്ക് വേണ്ടി, നല്ല ആളുകളുമായി നല്ല ഇടപെടലിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രവർത്തിക്കാം. നമുക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാം, പരസ്പരം പങ്കുവെക്കാം. നിങ്ങളുടെ നല്ല വിലയേറിയ കമൻറ്റുകൾ ഞാൻ ഈ വീഡിയോയിൽ മാത്രം, ഒരിക്കലും ഞാൻ കമൻറ്റിന് വേണ്ടി കാത്തിരിക്കില്ല. പക്ഷേ ഈ വീഡിയോയിൽ നല്ല നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ. നെക്സ്റ്റ് വീഡിയോ I will come. Okay.